സനൂപ് നല്ല സുഖമായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി, നല്ല എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ഒരു 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 എല്ലാവർക്കും വേണ്ടി പറയണം, ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നുണ്ട് തുടങ്ങുന്നതിന് മുമ്പ്. വന്ദേ വന്ദേ ആ ശ്രുതി പിടിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. വന്ദേന്ന് തുടങ്ങുന്നില്ല, വന്ദേം അത് പ്ലെയിനായിട്ട് തുടങ്ങും, ആ ശ്രുതി പിടിക്കാണ്ട് തുടങ്ങും. ഇപ്പോഴും വന്നു ഉണ്ടാ വന്ദേ ആയിപ്പോയി. വന്ദേ മാതരമംബികാം ഭഗവതി. പാടുന്നതിന് മുമ്പ് തന്നെ ശ്രുതി പിടിച്ചു വെച്ചിട്ട് പാടുന്നതിന് വന്ദേന്ന് പിടിക്കരുത്, വൃത്തിയോടാണത് കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ ഇനി. പിന്നെ ആകാശ നേരിയതും വേദാന്ത പ്രതി എന്താ അങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ, അതും ആഡ്ലിപ്പിൽ വിരുദ്ധത്തിൽ തന്നെ വരുന്ന ആ ഒരു ലൈനും അവിടെയൊക്കെ ശ്രുതി ഉണ്ടായിരുന്നു. മകം തൊഴുത ശരിക്കും തൊഴുതാലെന്നു തീരും പഞ്ചമം വരുന്നില്ലേ, പഞ്ചമം എല്ലാ സ്ഥലവും ക്ലീൻ ആയിട്ട് ചേർന്നിട്ടില്ലായിരുന്നു. എല്ലാ സ്ഥലത്തും ഞാൻ ആ പാ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രഹ്മാവിനൊന്നൊരു ലൈൻ വരുന്നില്ല. എൻ്റെ തൊട്ടുമ്പത്തെ ലൈൻ പാടിയിട്ട് ആ ലൈൻ ഒന്ന് പാടാമോ? ചരണം, ആദ്യത്തെ ചരണം. നാലു മുഖങ്ങളാൽ ബ്രഹ്മാവിനും ബ്രഹ്മ എന്ന് വേണ്ട, ബ്രഹ്മാവല്ലേ, ഭ്രാന്ന് കേൾക്കുന്നുണ്ട് അതിനകത്ത്, തോന്നിയില്ലേ? എനിക്ക് അപ്പം ഞാൻ അവിടെ എഴുതി വെച്ച് ബ്രഹ്മാവിനാണ്, ബ്രഹ്മാവല്ല. കൺഫ്യൂഷൻ ആയതാണ് എനിക്ക് തോന്നുന്നത്. ബ്രഹ്മാണ്, ബ്രഹ്മല്ല ബ്രഹ്മയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത്. അത് ഉച്ചാരണം അവിടെ തെറ്റാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അറിയും മൊഴി മതിയാകുമോ, അതും കൂടെ ഒന്ന് പാടാമോ? ഞാനറിയും മൊഴി മതിയാമോ. അവിടെ എന്തോ ഒരു പെശക തോന്നുന്നു, എന്താന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ മൂന്നാമത്തെ ബീജിയം വായിക്കുന്ന സമയത്ത് അടുത്ത വരി ഓർക്കുന്നതിൻ്റെ ഒരു പരിഭ്രമം മുഖത്ത് തെളിഞ്ഞ് കാണായിരുന്നു കേട്ടോ. അടുത്ത ചന്ദ്ര വരി ആലോചിക്കുന്നത്, ആ ഭാവം എല്ലാവർക്കും മനസ്സിലായി. കൺഫ്യൂഷൻ ഉണ്ട്, ലിറിക്സും തെറ്റിക്കുമോ എന്നുള്ളൊരു പേടി. പിന്നെ 1000 താരകപ്പൂ ചാർത്തി, അവിടെ ശ്രുതി ചാർത്തിയുടെ ഒരു സംഗതി, ആ സെക്കൻഡ് ചരണം തുടങ്ങുന്ന 1000 എന്നല്ല തുടങ്ങുന്ന 1000 താരകപ്പൂ, അല്ല ചാർത്തി ഒന്ന് പറയാമോ? 1000 താരകപ്പൂ കൂന്തലിൽ ചൂടി അമ്പിളിക്കുറിയും ചാർത്തി. അതൊന്നിന് ക്ലിയർ ആയിട്ട് വരട്ടെ. ചാർത്തി ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിറ്റി വരണം കേട്ടോ. അത് പിന്നെ മാതൃസ്വരൂപിണി നിന്നെ ഷാർപ്പായിരുന്നു നിർത്തിയത്. ഈ സെക്കൻഡ് ചരണത്തിലും ഞാൻ എഴുതും ഭാഷ ശരിയാണോ, അതായത് ഞാനറിയും ഫസ്റ്റ് ചരണത്തിൽ ഞാൻ പാടിപ്പിച്ച അതേ പോർഷൻ തന്നെ സെക്കൻഡ് ചരണത്തിൽ അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ശരിക്കും അതൊന്നുകൂടെ കേട്ടിട്ട് എനിക്കൊന്ന് കേൾപ്പിച്ച് തരണം പിന്നെ കേട്ടോ. അത് എന്താണെന്നുള്ള സനൂപ് പാടുമ്പോൾ നോട്ട് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് അവിടെ. പിന്നെ പൊതുവേ മേലെ പാടുമ്പോൾ വെള്ളി അടിക്കാൻ ഒരു ടെൻഡൻസി വോയിസിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ അത് പ്രാക്ടീസ് ചെയ്യണം. മേലേക്കുള്ള റേഞ്ച് കൂടുതൽ പാടി നോക്കൂ. വെള്ളി നമുക്കിങ്ങനെ തോന്നും, ഇപ്പം വെള്ളി അടിക്കും എന്നിങ്ങനെ തോന്നും, പക്ഷെ അടിച്ചിട്ടില്ല ഒരിടത്തും. പക്ഷെ ഒരു ടെൻഡൻസി ഉണ്ട്, അത് മാറ്റണം നേരെ കൈയോടെ കേട്ടോ. അത്രയൊക്കെ തോന്നിയുള്ളൂ. സനൂപിൻ്റെ എനിക്ക് ഇഷ്ടമായി എന്ന് പാടിയത്. ഓൾ ദി ബെസ്റ്റ്. സനൂപിൻ്റെ നേരത്തെ 2 റൗണ്ടില്ല മോന് ഒരു പ്രത്യേക രീതിയിലുള്ള വോയിസ് ആയിരുന്നു. അന്ന് റഫി സാബിൻ്റെ പാട്ടൊക്കെ പാടിയല്ലേ? പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നത് സനൂപിൻ്റെ ഒറിജിനൽ ശബ്ദം തോന്നുന്നു എനിക്ക്. ആണോ? ആണല്ലേ? അതെ. അപ്പോൾ ഈ ശബ്ദത്തിൽ പാടിയാൽ മതി, നന്നായിട്ടുണ്ട്. എനിക്ക് വോയിസിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. നല്ല ഓപ്പൺ ത്രോട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ശ്രുതി ഷാർപ്പും ബേസും ഫ്ലാറ്റൊക്കെ ആയി നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ആ വിരുദ്ധം ഒന്ന് പാടിത്തരും എനിക്ക് മോൻ. വന്ദേ മാതരമംബികാം ഭഗവതി വാണീം ഭ്രമാസേവിതാ കല്യാണി കമനീയ കൽപ്പലതികാ കൈലാസനാഥ പ്രിയ
വേദാന്ത പ്രതിപാദ്യമാന വിഭവാം വിധ്വന്മനോരഞ്ജിനി. വിഭവ എന്നുള്ള ഫ്ലാറ്റ് ആയപ്പോൾ മറ്റൊന്നും ഫ്ലാറ്റായി നാച്ചുറലി ഓട്ടോമാറ്റിക്കലി. ഈ വേദശാസ്ത്രാദിയാം എന്നുള്ള ഒന്ന് പാടിയേ. വേദശാസ്ത്രാദിയാം. വേദശാസ്ത്രാദിയല്ല, ആദിയായിരിക്കും. വേദശാസ്ത്രാദിയാം. അത് ശ്രദ്ധിക്കണം. എനിക്കറിയില്ല, പക്ഷെ വേദശാസ്ത്രാദിയാണ് വരാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? വേദശാസ്ത്രങ്ങൾ മുതലായവ എന്നാണ് അർത്ഥം വരുന്നത്. വേദശാസ്ത്രാദിയാം അത് ശ്രദ്ധിക്കണം. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണില്ല എന്ന് തോന്നുന്നു എനിക്ക്. കൂന്തലിൽ ചൂടി എന്നൊരു പോർഷൻ പാടിയിരുന്നില്ലേ? അത് ഭംഗിയായിരുന്നു, ബ്യൂട്ടിഫുൾ. ആ പ്ലേസ് നന്നായിരുന്നു. ആ ഒരു എന്തോ കൂന്തൽ എങ്ങനെയായിരുന്നു അത്? 1000 തുടങ്ങുന്ന പോർഷൻ. 1000 താരകപ്പൂ കൂന്തലിൽ ചൂടി അമ്പിളിക്കുറിയും ചാർത്തി. ഇപ്പൊ ശരിയായില്ലത്. ഓക്കെ. പക്ഷേ ഇപ്പൊ പാടിയത് നന്നായില്ല. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ പോർഷൻ. അതാണ് ആവശ്യം വരുമ്പോൾ മോൻ പാടുന്നില്ല. ഞാൻ വിചാരിക്കുന്ന സമയത്തൊന്നും പാടുന്നില്ല, അല്ലാതൊക്കെ പാടുന്നുണ്ട്. എനിവേ ഈ ശബ്ദം നന്നായിട്ടുണ്ട്, വളരെ നല്ല ബോൾഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കീപ്പപ്പ് ചെയ്യുക. ഈ ശബ്ദം പഴയതുപോലെയല്ല. ഈ റിച്ച്നെസ്, ആ പവറുണ്ട് വോയിസിന്. മോൻ്റെ വോയിസ് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ കണ്ടിന്യൂ ചെയ്യുക അടുത്ത സോങ്സൊക്കെ. ഈ ഒരു ഇതിൽ പിന്നെ പാടി ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സനൂപ് സർ, നല്ല ഫീൽ മോനെ. വെരി നൈസ്. താങ്ക് യു. കേട്ടോ, താങ്ക് യു. നൈസ് ഫീൽ. പിച്ചിങ് വാസ് ഗുഡ്. താങ്ക് യു. ബേസിക്കലി ഓവറോൾ വെച്ച് നോക്കുമ്പോൾ പിച്ചിങ് ഇസ് വെരി ഗുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ മോൻ്റെ രജിസ്റ്ററാണ് ഈ പാട്ട്. ഈ പാട്ടിൻ്റെ അകത്താണ് മോൻ്റെ രജിസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ദിസ് ഇസ് എ വെരി ഗുഡ്, എന്താ പറയുക, ഐ തിങ്ക് ദിസ് ഇസ് യുവർ രജിസ്റ്റർ. ഇത് ഏത് സ്കെയിലാണ് അറിയോ? 1 സിയിലാണ്. സി. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ, സി വെരി കംഫർട്ടബിൾ ഫോർ യു. ഇത്രയും നല്ലൊരു സ്റ്റേജ്, ഇത്രയും നല്ല വ്യൂവേഴ്സ്, ഇത്രയും നല്ല ജഡ്ജസ് ആൻഡ് സച്ച് വണ്ടർഫുൾ മ്യൂസിഷ്യൻസ് ടു ബാക്ക് യു ആൻഡ് ലവ്ലി സപ്പോർട്ട് ഫ്രം യുവർ ഫ്രണ്ട്സ് അല്ലേ? ഇനി ഫാൻസിന്റെ ഹെൽപ്പും കൂടി മതി അല്ലേ? So pray to God. Okay? Good luck and God bless. സനൂപ്, ജഡ്ജസ് എല്ലാവരും പറഞ്ഞു അസലായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എത്ര മാർക്സ് ഉണ്ട് നോക്കാം. ജോർജ് ഏട്ടാ, ഔട്ട് ഓഫ് 30. അപ്പോൾ 30 minus 7. 23 out of 30. ചിത്രേച്ചി, ഔട്ട് ഓഫ് 40. 34. 34 out of 40. Sir, out of 30. 22 plus 1. 23 out of 30. ഡിവോഷണൽ റൗണ്ടില് സനൂപിന് ജഡ്ജസ് തന്നിരിക്കുന്ന മാർക്സ് 80.